ഉത്തരാഖണ്ഡിലെ ഉദ്ധം സിംഗ് നഗറിൽ നഴ്സിനെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതി ധർമ്മേന്ദ്രകുമാർ പോലീസ് പിടിയിലായി. നൈനിറ്റാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്ന നഴ്സാണ് കൊല്ലപ്പെട്ടത്. രാധാകൃഷ്ണന്റെ റിപ്പോർട്ട്. പറയൂ രാധാകൃഷ്ണൻ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ അറിയുന്നത് പോലെയുള്ള നാടകീയതയൊക്കെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ ഇര ജോലി ചെയ്തു വന്നിരുന്നത് നൈനിറ്റാലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് ഈ യുവതി ആക്രമണ വിധേയയാകുന്നത്. അവരെ ക്രൂരമായിട്ടുള്ള ബലാത്കാരം ചെയ്തു എന്നത് മാത്രമല്ല, കൊലപ്പെടുത്തുകയും ചെയ്തു. ഒപ്പം അവരുടെ പക്കലുണ്ടായിരുന്ന ആഭരണവും പണവും മറ്റ് വസ്തുവകകളും അടക്കം ഈ പ്രതി കവരുകയും ചെയ്തു. അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് മറഞ്ഞു. പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയെങ്കിലും ഇയാളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചില്ല. ഈ യുവതിയുടെ ഭൗതിക ശരീരം ലഭിച്ചത് ഉത്തർപ്രദേശിലെ രാംപൂർ ജില്ലയിൽ നിന്നാണ്. ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ഈ ഭൗതിക ശരീരം ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിപ്പിച്ചു. 14-ാം തീയതി, ഓഗസ്റ്റ് 14-ാം തീയതി സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് അത് പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ഈ യുവതിയുടെ മൊബൈൽ ഫോൺ ഒരു സമയത്ത് ഓണായത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെയാണ് അത് രാജസ്ഥാനിലാണ് മൊബൈൽ ഫോൺ ഉള്ളത് എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. അങ്ങനെ രാജസ്ഥാനിൽ നിന്നാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. പ്രതി അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രതിഷേധങ്ങൾ അത് വളരെ ശക്തമായിട്ട് ഇപ്പോൾ തുടരുകയാണ്. ഈ വിധത്തിൽ യുവതികൾക്ക് അതും ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന, പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകയായിട്ടുള്ള ഒരു യുവതിക്ക് ഈ വിധത്തിലുള്ള ഒരു ദൗർഭാഗ്യം ഉണ്ടായതാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. സ്ത്രീകളുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കണം. ഒപ്പം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഈ വിഷയത്തിൽ അവർക്ക് ഈ രാത്രി പല സമയത്തുമൊക്കെ അവരുടെ തൊഴിൽ കഴിഞ്ഞ് മടങ്ങുന്ന സാഹചര്യത്തിൽ അവർ അക്രമവിധേയരാകുന്ന അവസ്ഥ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ശക്തമാകുന്നത്. ഏതായാലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഘടനകൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമഗ്രമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം അടക്കം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഈ ആരോഗ്യ പ്രവർത്തകരുടെ സംഘടന ഇതിനനുബന്ധമായി ഉയർത്തുന്നത്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.